ഓരോരുത്തരും ഇവിടെ വിവോൻ്റെ V13 Pro ഒക്കെ കൈ പിടിച്ചാണ്ട് അതിൻ്റെ എല്ലാവിധ ഫീച്ചറുകളും എല്ലാവിധ തെളിവോടുകൂടെയും കാണിച്ചു തരണല്ലേ ഈ പറഞ്ഞു തരുന്ന ഈ ടൈമിൽ നമ്മൾ വന്നാണ്ട് ഈ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള കാര്യം പറച്ചിൽ എത്രത്തോളം കേൾക്കുള്ളതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും കൈക്ക് മുറുക്കെ പിടിച്ചിട്ടാണെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് എഴുതിയാണ്ട് വന്നതാണ്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ സൈസിനായിട്ടുള്ള വിവോൻ്റെ കൊളാബറേഷന് ശേഷം വിവോയിലെ ആ ഒരു മെയിൻ ഒരു ഇന്നതാലിറ്റി എന്താ അപ്പം അതിന് പറയാൻ പറ്റുക പ്രൊഫഷണലിസോ അങ്ങനെ എന്തായാലും ഒരു സംഗതി ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് വിവോ ദമ്മല്ല ഇനി അല്ലെങ്കിൽ ഈ കാണുന്ന ഇന്നതാലിറ്റി ഒന്നും ഇല്ല ഇനി അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ല ഇനി അങ്ങനെയൊന്നുമല്ല. നമുക്കിങ്ങനെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ജയ്സിനായിട്ടുള്ള കൊളാബറേഷന് ശേഷം എന്തൊക്കെയാണ് വിവോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വിവോൻ്റെ X60 സീരീസ് മുതലാണ് തോന്നുന്നത് ആദ്യമായിട്ട് ജയ്സിനായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഫോൺ ഇറക്കണത്. ഇനിയിപ്പോൾ ജയ്സിനായിട്ടുള്ള കൊളാബറേറ്റ് ഇല്ലെങ്കിലും വിവോൻ്റെ X സീരീസ് ഫോണിൽ ഇപ്പോൾ കാണുന്ന ഒരു സ്വഭാവം ആ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ അഭിപ്രായത്തിൽ വിവോൻ്റെ X50 മുതലാണ്. ഇപ്പോൾ ഈ ജയ്സിനായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫോണിന് എന്തൊക്കെ ഗുണം കിട്ടുക എന്നുള്ളത് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ ക്യാമറ ക്ലാരിറ്റി മെച്ചപ്പെടും എന്നുള്ളതാണല്ലോ. ഉപയോഗിച്ച എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് ക്യാമറ ക്ലാരിറ്റി അപാരേക്കാർ. ജയ്സിൻ്റെ ലെൻസ് വെച്ച് ഇറക്കിയ നോക്കിയൻ്റെ കുറച്ച് ഫോണുകൾ ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ ഒരു യൂസ് ചെയ്ത് അതിൽ നമുക്ക് കിട്ടിയ ഒരു ക്യാമറ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപാര സാധനമാണ്, പ്രത്യേകിച്ച് നോക്കിയൻ്റെ 8 ഇപ്പോൾ നോക്കിയ മുമ്പാണെങ്കിലും ഇപ്പോൾ ഈ രണ്ടാമത്തെ വരവിലാണെങ്കിലും ജയ്സിൻ്റെ ലെൻസ് വെച്ചുകൊണ്ടായിരുന്നു എന്താ അധിക ഫോൺ ഇറക്കിയത്. ആദ്യമൊക്കെ വിവോൻ്റെ X സീരീസിൽ അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ മാത്രമായിരുന്നു ഈ ഒരു ജയ്സിനായിട്ടുള്ള കൊളാബറേഷൻ കൊണ്ടുവന്നതിന്. ഇപ്പോൾ അത് മിഡ് റേഞ്ച് ഏരിയയിലെ വിവോൻ്റെ V30 Pro കൂടി കൊണ്ടുവന്നു എന്നുള്ളൊരു സംഗതിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച കാര്യം എന്ന് മാത്രമല്ല 50,000-ൻ്റെ ഉള്ളിൽ ക്യാമറ ക്ലാരിറ്റി കിട്ടുന്ന നല്ലൊരു ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിവോൻ്റെ V30 Pro പറയാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല ഏറ്റവും നല്ല ക്യാമറ ക്ലാരിറ്റി കിട്ടുന്ന ഫോൺ ഏതാ 50,000-ൻ്റെ ഉള്ളിൽ എന്ന് ചോദിച്ചാണെങ്കിലും നമുക്ക് വിവോൻ്റെ V30 Pro ആണെന്ന് പറയാം. ആ ഒരു കോലത്തിലാണ് കാര്യങ്ങളുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ പോയിട്ട് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ക്യാമറ ക്ലാരിറ്റി കിട്ടുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിവോൻ്റെ X100 സീരീസ് പറയാം. ജയ്സ് ലെൻസ് വെച്ച് ഇറക്കിയ ഫോണാണ്, നല്ല ക്ലാരിറ്റിയാണ് ഫോട്ടോ ഒക്കെ കിട്ടണത്. അപ്പം ഇനി ക്യാമറയുടെ കാര്യത്തിലാണെങ്കിൽ നടുവിലാണെങ്കിലും തലപ്പത്താണെങ്കിലും വിവോ ഭരിക്കും എന്നുള്ളതാണ്. ഈ ഭരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വിവോ മുന്നിലാണെന്നുള്ളതല്ല. ചിലതെടുത്ത് നോക്കുമ്പോൾ ഐഫോണേ കയറും, ചിലതെടുത്ത് നോക്കുമ്പോൾ സാംസങ്ങേ കയറും. അപ്പോൾ അതിലത്രേ ഉള്ളൂ. ഭരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിവോ മുന്നിലാണെന്നല്ല ക്യാമറ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വിഷയം എന്താ വെച്ചാൽ ഈ വിവോൻ്റെ V13 Pro കുറിച്ച് പറയാനാണ് വന്നത്. അതിപ്പോൾ സൈസും കൊളാബറേറ്റൊക്കെ ആയിട്ടാണ് കുറച്ച് അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഏതായാലും വിവോൻ്റെ V30 Pro കുറിച്ചാണ് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ വിവോൻ്റെ V13 Pro കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഡിമെൻസിറ്റിൻ്റെ 8200 വരുന്ന ചിപ്സെറ്റ്, സൈസിൻ്റെ നല്ല ക്യാമറ, 256 GB വൈസ് വേരിയൻറ്റ്, 5000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, പിന്നെ AMOLED ഡിസ്പ്ലേ. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു ഫോൺ എടുക്കാൻ പറ്റിയ. പിന്നെ ഇപ്പോൾ ഇത് 40,000-ൻ്റെ മുകൾക്കാണ് ഇതിൻ്റെ വില വരുന്നത്. 40,000-ൻ്റെ മുകൾക്ക് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഫോണാണ്. ഇനിയിപ്പോൾ ഒരു 35,000 to 38-ൻ്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിലും ഇത് നല്ല ഫോണാണ്. ഫോണിപ്പോൾ അത് എങ്ങനെ നോക്കുകയാണെങ്കിലും നല്ലതാണ്. പക്ഷെ നമുക്കിപ്പോൾ വില കുറഞ്ഞ് കിട്ടാനുള്ള വേണ്ടി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 35 to 38 അല്ലെങ്കിൽ 40-ൻ്റെ ഉള്ളിലൊക്കെ കിട്ടുകയാണെങ്കിൽ മട്ടമായേനെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ മട്ടല്ലാന്നൊന്നും അല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഡിമെൻസിറ്റി 8200-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് അപ്പുറത്ത് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പീഡും പെർഫോമൻസൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒപ്പം വെച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെച്ചുകൊണ്ട് ഓരോന്ന് ഓണാക്കി നോക്കേണ്ടി വരും. എന്നാലും പ്രൊസസ്സറിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും പറയൽ സ്നാപ്ഡ്രാഗണാണ് ഒന്നുകൂടി മെച്ചം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ ആവശ്യമുള്ളവർക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ പ്രൊസസ്സറൊന്നും മെയിൻ ചെയ്യാത്തവർക്ക് കണ്ണുപൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലവുണ്ടാവും. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ സാംസങ്ങിൻ്റെ S23 FE എടുക്കുക, അത് എടുക്കണ വിലക്ക്. ഇനിയിപ്പോൾ ലൈറ്റും വെളിച്ചമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നത്തിങ് ആക്കിയാൽ മതി, നത്തിങ്ങിൻ്റെ 2. ഒരു കാര്യത്തിൽ എന്തായാലും V30 Pro നമുക്ക് ഉറപ്പ് നൽകാമാണെങ്കിൽ ക്യാമറ ബെറ്ററായി കാരണം പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കി കണ്ടു എടുക്കുമെന്നുള്ളതുകൊണ്ട് നമ്മൾ പോകണമല്ല അപ്പോൾ നല്ലത്.